പ്രസാദം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖ നിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂവയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതീമുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂവയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം നമ്മൾ 1-ാമത്തെ സ്കന്ധം മുതൽ 12-ാമത്തെ സ്കന്ധം വരെ പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ശ്ലോകത്തിനെ ഓരോന്ന് വായിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ വർഷങ്ങളോളം പിടിക്കും നമ്മൾക്കിത് ഫുള്ള് സ്കന്ധവും പഠിച്ചു തീരാൻ, ഭാഗവതം പഠിച്ചു തീരാൻ. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് 1-ാമത്തെ സ്കന്ധത്തിൽ 19 അധ്യായമുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിൽ ഓരോ അധ്യായം കോമൺ ആയിട്ട് മെയിൻ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്ത് പോയാൽ നമുക്ക് 19 ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 ക്ലാസ് കൊണ്ടൊക്കെ 1-ാമത്തെ സ്കന്ധം തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചുരുങ്ങിയ കാലയളവിന് കൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം ഒരുവിധം പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒബ്ജക്ഷനോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ചാറ്റിംഗ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് പുതിയ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒന്നേന്ന് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് നമുക്ക് മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് ഇഷ്ടംപോലെ വൈദിക ഗ്രന്ഥങ്ങളുണ്ട്. വൈദിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദാന്ത സൂത്രം, അങ്ങനെ ഇഷ്ടംപോലെ വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം എന്നാണ് മഹർഷിമാർ നമ്മളെ ഉപദേശിക്കുന്നത്. അതാണ് നമുക്ക് എല്ലാ വിധത്തിലും വൈദിക ഗ്രന്ഥങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ മൂല്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ കലിയുഗത്തിലെ ആൾക്കാർക്ക് ആയുസ്സും ഭാഗ്യവും ബുദ്ധിയും വളരെ കുറവായതിനാൽ നമുക്ക് ഇത്രയും വൈദിക ഗ്രന്ഥങ്ങളൊന്നും പഠിച്ച് നമുക്ക് മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ശ്രീ ഭഗവാൻ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ ഒരു ഭക്തനായി അവതരിച്ച് ആ ഒരു ഭക്തൻ എപ്രകാരമാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റി കാണിച്ചു തന്നു. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത് സകല വേദങ്ങളും പഠിക്കുന്നതിന് പകരം ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഇത് രണ്ടും മാത്രം പഠിച്ചാൽ എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും എല്ലാ പുരാണങ്ങളും പഠിച്ചതിന് തുല്യമാകും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എല്ലാ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരാംശമായ വേദാന്ത സൂത്രം രചിച്ച ശ്രീല വ്യാസദേവൻ ആ വേദാന്ത സൂത്രത്തിൻ്റെ ഒരു കമൻട്രി ആയിട്ടാണ്, ഭാഷ്യമായിട്ടാണ് ശ്രീമദ് ഭാഗവതം രചിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ വേദങ്ങളുടെയും കുറച്ച് പോയിന്റ്സ്, യഥാർത്ഥ നെക്ടർ എല്ലാം കൂടെ ചേർത്താണ് വേദാന്ത സൂത്രം രചിച്ചത്. ആ വേദാന്ത സൂത്രത്തിൻ്റെ പിഴിഞ്ഞെടുത്ത സത്ത് പോലെ, ചാറ് പോലെ അത്രയും ടേസ്റ്റാക്കിയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കലിയുഗത്തിലെ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഭാഗവത ധർമ്മം പാലിച്ച് മോക്ഷഗതി പ്രാപിക്കാം
എന്നതിനെപ്പറ്റി വളരെ ചുരുങ്ങിയ രീതിയിൽ ശ്രീമദ് ഭാഗവത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ചുരുങ്ങിയ രീതിയിലെന്ന് പറയുമ്പോൾ പരീക്ഷിത് മഹാരാജാവിന് എപ്രകാരമാണ് മോക്ഷഗതി പ്രാപിക്കേണ്ടത് എന്നതിനെപ്പറ്റി 7 നാളുകൊണ്ട് രാത്രിയും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ശ്രീ ശുകദേവ ഗോസ്വാമി പറഞ്ഞു കൊടുത്ത ആ ശ്രീമദ് ഭാഗവതമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് മോക്ഷാർത്ഥം അടയാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗവതം പഠിക്കുന്ന ഓരോ ഭാഗവത ധർമ്മം പാലിക്കുന്ന ഓരോ ഭക്തന്മാർക്കും തീർച്ചയായിട്ടും പരീക്ഷിത് മഹാരാജാവിനെ പോലെ തന്നെ വൈകുണ്ഠ ലോക പ്രാപ്തി നേടാൻ സാധിക്കും. അപ്പോൾ എന്താണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉള്ളടക്കം എന്ന് നമുക്ക് നോക്കാം. 1-ാമത്തെ സ്കന്ധത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഋഷിമാരുടെ അന്വേഷണങ്ങളെ പറ്റിയാണ്. അപ്പോൾ എന്നെ തുടങ്ങിയത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയാണ് ഈ ഭാഗവതത്തിൽ ഉടനീളം വിവരിക്കുന്നത് എന്ന് വ്യക്തം. അതുമാത്രമല്ല ആദ്യത്തെ 3 ശ്ലോകങ്ങളിലെല്ലാം ശ്രീല വ്യാസദേവൻ ഭഗവാനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ ആ ഗ്ലോറിഫിക്കേഷൻ കുറച്ചെങ്കിലും മനസ്സിലാക്കാനും ശ്രമിക്കണം. അപ്പോൾ ജന്മാദി യസ്യ എന്ന് പറയുന്ന ഫസ്റ്റ് വരി കൊണ്ട് തന്നെ വ്യാസദേവൻ ഉദ്ദേശിച്ചത് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തിയത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നാണ് വ്യാസദേവൻ തുടക്കത്തിലേ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന് കേട്ടിട്ടുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് എന്നൊരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ വ്യാസദേവൻ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. ശരിക്കും ഭഗവാനാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം സൃഷ്ടിച്ചതെന്നും ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്ത് നടക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാനാൽ നിയമിക്കപ്പെട്ട ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടുള്ള ഭൂമി മാത്രമല്ല, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം മാത്രമല്ല, അല്ലെങ്കിൽ നക്ഷത്ര സമൂഹങ്ങൾ മാത്രമല്ല, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ 14 ലോകങ്ങളുള്ള ഓരോ ബ്രഹ്മാണ്ടങ്ങൾ, ഇതുപോലെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്ന് ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല 2-ാം സ്കന്ധത്തിൽ ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്, സൃഷ്ടി സ്ഥിതി സംഹാരം എങ്ങനെ നടത്തുന്നു എന്നതും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വ്യാസദേവൻ എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ബുദ്ധി കുറവായതുകൊണ്ടും നമുക്ക് ഇതൊന്നും മനസ്സിലാകാത്തത് കൊണ്ടും നമുക്കത് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദ് സംസ്കൃതത്തിലുണ്ടായിരുന്ന കാര്യത്തിനെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് മനസ്സിലാക്കി തരാൻ വിവർത്തനം നടത്തിയത്. ശ്രീല പ്രഭുപാദിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 1-ാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ. അപ്പോൾ ഈ ഋഷിമാരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുറച്ച് മഹർഷിമാർ, നമ്മുടെ ആചാര്യന്മാർ, പൂർവ്വ പിതാക്കന്മാരെല്ലാം വളരെയധികം ബുദ്ധിയുള്ള ഋഷീശ്വരന്മാരായിരുന്നു. പ്രത്യേകിച്ച് ഭാരതഭൂമിയിൽ ജനിച്ചാൽ തന്നെ ഭാഗ്യം എന്നാണ് പറയണത്. കാരണം നമ്മുടെ പൂർവിക ആചാര്യന്മാരെല്ലാം അതീവ ബുദ്ധിശാലികളായിരുന്നു, അതീവ ആയുസ്സുള്ളവരായിരുന്നു, അതീവമായിട്ട് മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിച്ചവരുമായിരുന്നു. അപ്പോൾ ഇന്ന് മാനവ സമൂഹത്തിന് ഇത്തിരിയെങ്കിലും സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ആചാര്യന്മാരുടെ കൃപ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കൃപ നമ്മുടെ വരുന്ന തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഋഷിമാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഋഷിമാരുടെ ജീവിതചര്യ എങ്ങനെയായിരുന്നു എന്ന് നമ്മളും മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം നമ്മൾ സമൂഹത്തിൽ പെരുമാറേണ്ടത്, നമ്മുടെ കുടുംബത്തെ വളർത്തിക്കൊണ്ട് വരേണ്ടത്, നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ ശാസ്ത്രത്തെ പറ്റി അറിവ് നൽകേണ്ടത്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ പരിപൂർണമായ സംതൃപ്തിക്കും നിലനിൽപ്പിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ശ്രീമദ് ഭാഗവതം പഠനം തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം സിദ്ധിക്കാറില്ല. അതിൽ വളരെ സുഹൃതിയായിട്ടുള്ളവർക്ക് മാത്രമാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ ഒരു ക്ഷമയും
അതിനുള്ള ബുദ്ധിയും അതിനുള്ള ഭാഗ്യവുമെല്ലാം ഭഗവാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള അഭ്യുദയകാംക്ഷികളായ ഋഷീശ്വരന്മാരായ കുറച്ച് ശൗനകാദികൾ എന്ന് പറയുന്ന, അതായത് ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ കുറേ മഹർഷിമാര് നൈമശരണ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് ഇനി വരുന്ന കലിയുഗത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കലിയുഗത്തിലെ ആൾക്കാരുടെ നന്മയ്ക്കായിട്ട് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് 10,000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ചെയ്യാൻ ആരംഭിച്ചു. ആ യജ്ഞാദികൾ നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് അവിടേക്ക് ഒരു സൂതഗോസ്വാമി ആഗതനാകുന്നത് അവർ കാണാനിടയാവുകയും ആ സൂതഗോസ്വാമിയെ ഉപചാരപൂർവ്വം ആചരിച്ച് ആനയിച്ച് വ്യാസാസനത്തിൽ ഉപവിഷ്ടനാക്കുകയും ചെയ്തു മഹർഷിമാര്. ആ മഹർഷിമാരെല്ലാവരും വളരെയധികം ഭവ്യതയോടുകൂടി ആ സൂതഗോസ്വാമിയോട് ആരായുകയാണ്, അല്ലയോ മഹർഷേ, ഈ മാനവ സമൂഹത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് അൾട്ടിമേറ്റായിട്ട് അഭയം പ്രാപിക്കാൻ പറ്റിയ ഏറ്റവും അമൂല്യമായിട്ടുള്ള ധർമ്മം അല്ലെങ്കിൽ ഗ്രന്ഥം ഏതാണ് എന്ന് വിശദമായി പ്രതിപാദിക്കാൻ മഹർഷിമാർ ആവശ്യപ്പെടുന്നു. അതിന് കാരണം നമ്മൾക്ക് തന്നെ ഇഷ്ടം പോലെ ഉപനിഷത്തുകളും 33 ദേവീ ദേവന്മാരും വേദങ്ങളും വൈദിക ഗ്രന്ഥങ്ങളും ഒരുപാട് നമുക്ക് പ്രമാണങ്ങളും ഒരുപാട് പുരാണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് അൾട്ടിമേറ്റായിട്ട് സമീപിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം ഏതാണ് എന്നാണ് അന്വേഷിച്ചത്. അപ്പോൾ സൂതഗോസ്വാമിക്ക് വളരെയധികം സന്തോഷമായി മഹർഷിമാരുടെ ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ. അപ്പോൾ സൂതഗോസ്വാമി പറയുകയാണ്, അല്ലയോ മഹർഷിമാരെ, നിങ്ങൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇതേ ചോദ്യമാണ് പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോടും ചോദിച്ചത്. കാരണം പരീക്ഷിത് മഹാരാജാവിന് വെറും 7 നാളുകൾ മാത്രമേ മരണത്തിന് അടുക്കാൻ സമയമുണ്ടായിരുന്നുള്ളൂ. ഈ 7 നാളുകൾക്കുള്ളിൽ എന്താണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടത് എന്നായിരുന്നു പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് അന്വേഷിച്ചത്. അതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ 7 നാളുകൾ 24 മണിക്കൂറും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തുടർച്ചയായിട്ട് പറഞ്ഞു കൊടുത്ത അതേ ശ്രീമദ് ഭാഗവതം ഞാൻ മഹർഷിയായ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് സൂതഗോസ്വാമി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ഒരു മനുഷ്യൻ ജന്മം എടുത്തു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. അപ്പോൾ മരണത്തിന് ശേഷം നമ്മൾക്ക് മോക്ഷഗതി അടയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിത് മഹാരാജാവിനെ പോലെ ആകാംക്ഷാപൂർവം ശ്രീമദ് ഭാഗവതം ശ്രവിക്കണം എന്നാണ് സൂതഗോസ്വാമി പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ. അങ്ങനെ അക്ഷമരായിട്ട് ആ ശൗനകാദികൾ ആ സൂതഗോസ്വാമിയിൽ നിന്ന് കേൾക്കാൻ ശ്രദ്ധയോടെ ഇരിക്കുന്നതാണ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ദിവ്യത്വവും ദിവ്യസേവനവും എന്ന് പറഞ്ഞിട്ട് കുറച്ച് തത്വശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വ്യാസദേവൻ. അതായത് തീർച്ചയായിട്ടും നമ്മുടെ മഹർഷിമാർ എല്ലാ മാനവരാശിയുടെയും നന്മയ്ക്കായിട്ട് നമുക്കായിട്ട് നൽകിയ വൈദിക ആചാരങ്ങളുണ്ട്, ക്രമങ്ങളുണ്ട്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ സാധാരണ കർമ്മങ്ങളെ തന്നെ 3ആയിട്ട് പറഞ്ഞിട്ടുണ്ട്: അകർമ്മം, വികർമ്മം, സകർമ്മം എന്നിങ്ങനെ. അതിൽ നമ്മൾ കലിയുഗത്തിലെ ആൾക്കാർ വികർമ്മികളായി പോയി അല്ലെങ്കിൽ പോകും എന്നുള്ളത് മഹർഷിമാർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ സൂതഗോസ്വാമിയോട് അന്വേഷിച്ചത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കർമ്മം എന്താണ് നമ്മൾ മനുഷ്യനായാൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് സകർമ്മം അനുഷ്ഠിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ സകർമ്മം എന്താണെന്ന് നമുക്ക് നോക്കിയാൽ വൈദിക ആചാരങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനെയാണ് സകർമ്മം എന്ന് പറയുക. കലിയുഗത്തിലെ ആൾക്കാർക്ക് ഭാഗ്യമില്ലാത്തത് കാരണം നമുക്ക് ഈ വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും അറിയാതെ പോയി. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ 33 ദേവീ ദേവന്മാരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് നമ്മൾ പ്രീതിപ്പെടുത്തി ഓരോരോ മെറ്റീരിയൽ ഓപ്പുലൻസ് നേടാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ നേടിയാൽ നമുക്ക് മാക്സിമം എന്താണ് കിട്ടുക? അപ്പോൾ ഹൈ ഓപ്പുലൻറ്റിൽ ജീവിക്കാൻ പറ്റും, നല്ല ജോലി കിട്ടും, നല്ല ഭാര്യയെ കിട്ടും, നല്ല വീട് കിട്ടും, നല്ല കാറ് കിട്ടും. അങ്ങനെ നമ്മൾ വലിയ വലിയ രീതിയിൽ ഹൈ ലെവലിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും അല്ലെങ്കിൽ സാധിക്കും.
അപ്പോൾ അങ്ങനെ സാധിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ എല്ലാവരും മരിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. അങ്ങനെ മരിച്ചതിന് ശേഷം ആ ആത്മാവിന് എന്ത് സംഭവിക്കുമെന്ന് ഒരാൾ സ്വയം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ചിന്തിക്കണം. ജന്മം കൊണ്ടാൽ മരണം നിശ്ചയം എന്നുള്ളൊരു സത്യത്തെ അവരെല്ലാവരും മനസ്സിലാക്കണം. എന്നിട്ട് സ്വയം ചിന്തിക്കണം, മരിച്ചാൽ എന്ത് സംഭവിക്കും, മരണശേഷം നമുക്ക് എന്താണ് സംഭവിക്കുക. അപ്പോൾ മനസ്സിലാവും മരിച്ചു പോയി എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ പോകും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ എവിടേക്ക് പോകും എന്നൊരു അന്വേഷണം നടത്തണം. അതുകൊണ്ടാണ് വ്യാസദേവൻ വേദാന്ത സൂത്രത്തിൽ അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് വെച്ച് തുടങ്ങിയത്. അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാനുള്ളൊരു ജിജ്ഞാസ ഒരു മനുഷ്യനുണ്ടാകണം എന്നാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മത്തിൻ്റെ ഉറവിടം എവിടെയാണ്, ഈ ബ്രഹ്മം എവിടേക്ക് പോകും, ഈ ബ്രഹ്മത്തിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതായത് ഞാനും ബ്രഹ്മമാണ് നീയും ബ്രഹ്മമാണെങ്കിൽ രണ്ടും ഒന്നാകണ്ടേ? അങ്ങനെയല്ലല്ലോ, നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെയെല്ലാം അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സോഴ്സായ ഈ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും വന്ന് എത്തി നിൽക്കുന്നത്. അതുവരെയും നമ്മളൊന്നും അറിയാതെ പോകും. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ ഉന്നതികളും നേടാൻ ഉതകുന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളും വർഷിപ്പ് രീതികളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് എന്ന് പറയും, അല്ലെങ്കിൽ കർമ്മകാണ്ഡം എന്ന് പറയും. അപ്പോൾ ഈ കർമ്മകാണ്ഡയിലൂടെ ജീവിക്കുന്ന ഒരാൾ മരണശേഷം സ്വർഗലോകത്ത് എത്തിപ്പെടും എന്നുള്ളതും സത്യം തന്നെയാണ്. അപ്രകാരം അവരെ ആ ദേവിയെ അല്ലെങ്കിൽ ദേവന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ മരണശേഷം ആ ദേവി ദേവന്മാരുടെ ലോകത്ത് സ്വർഗലോകത്ത് എത്തിപ്പെടുകയുള്ളൂ. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യാന്തി ദേവ വ്രതാദേവാൻ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഏത് ദേവനെ വർഷിപ്പ് ചെയ്യുന്നുവോ അവരുടെ ലോകത്തെത്തും എന്ന് ഭഗവത്ഗീതയിലും വ്യക്തമാക്കുന്നുണ്ട്, വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ശരിയാണ്, സ്വർഗലോകത്തെത്തിയാൽ ഈ ഭൗതിക ലോകത്ത് ഈ ഭൂമിയിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖ സൗകര്യങ്ങൾ സ്വർഗലോകത്ത് കിട്ടും. അപ്പോൾ അതല്ലേ നല്ലത്, അതിനു വേണ്ടി ജീവിച്ചാൽ മതിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് ഭഗവത്ഗീതയിൽ അടുത്ത വരിയിൽ പറയുന്നത്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതായത് ഈ പുണ്യങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ നമ്മൾ മർത്യലോകത്ത് വന്ന് ജന്മമെടുക്കും എന്ന്. അതേപോലെ ഈ മലയാളികൾ പല സിനിമാ പാട്ടിലൂടെ പോലെ 7-14 ലോകങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 7-14 ലോകത്തിൽ ഏത് ലോകത്തിൽ പോയാലും അതിലൊന്നാണ് സ്വർഗലോകം, അതിൽ മറ്റൊന്നാണ് ഭൂലോകം. ഈ ഭൂലോകത്തിൽ നിന്ന് നമ്മൾ സ്വർഗലോകത്ത് എത്തിപ്പെട്ടാലും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റായ ബ്രഹ്മലോകത്ത് എത്തിപ്പെട്ടാൽ പോലും അവിടെയും പുനരാവർത്തനമുണ്ട്. നമ്മൾ ജനിച്ചും മരിച്ചും കഴിയേണ്ടി വരും. എന്നാൽ ഭാഗവതവും ഭഗവത്ഗീതയും പറഞ്ഞു തരുന്നു, നമ്മൾ ഈ മരണശേഷം ഈ 14 ലോകങ്ങളല്ലാതെ, ഈ ബ്രഹ്മാണ്ടത്തിനകത്തല്ലാതെ അതിന് വെളിയിൽ അതീന്ദ്രിയ ലോകത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ലോകമായ വൈകുണ്ഠ ലോകത്ത് എത്തിപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ ഈ ഭൗതിക ലോകത്ത് വരേണ്ടി വരില്ല. അങ്ങനെ ഉറപ്പും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്ത് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം അതറിയാൻ വേണ്ടിയിട്ടാണ് 2ാമത്തെ അധ്യായത്തിൽ ദിവ്യത്വവും ദിവ്യ സേവനവും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹരിബോൽ ഹരേ കൃഷ്ണ. നമുക്ക് ഇത്രയും മനസ്സിലായി. അതായത് 1ാമത്തെ അധ്യായവും പഠിച്ചു. മറ്റാണ് വികർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാരെല്ലാം ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങളാണ്. അതായത് എഗെയിൻസ്റ്റ് വേദ എന്നാണ് പറയുക. അതായത് വേദങ്ങളിൽ പറയാത്ത കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കല്യാണം തന്നെ എടുത്തു നോക്കൂ. നമ്മുടെ കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ നടത്തണേ? ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കും, മണ്ഡപം ഉണ്ടാവും, വലിയ ഹാള് ബുക്ക് ചെയ്യും, കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തും. ഇതൊക്കെ ആണെങ്കിലും നിലവിളക്ക് അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ താലി കെട്ടി കല്യാണം നടത്തുന്നുണ്ട്. പക്ഷെ ആ താലി കെട്ടുന്ന ചടങ്ങോടുകൂടി ബാക്കി എല്ലാ ചടങ്ങുകളും പറയുന്നത് ഫോട്ടോഗ്രാഫർമാരായിരിക്കും. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ആ അച്ഛനോ അമ്മയ്ക്കോ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അവിടെ ഒരു പരികർമ്മി ഉണ്ടായിരിക്കും, അയാൾക്കും അറിയില്ല. അയാളെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഫോട്ടോഗ്രാഫർ പറയുന്ന രീതിക്ക് ആ ഭാര്യയും ഭർത്താവും, അപ്പോഴും താലി കെട്ടി സ്വന്തമാക്കിയ ഭാര്യയും ഭർത്താവും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും, കളിക്കും, ബഹളം കാണിക്കും, എല്ലാം കാണിച്ച് ഇപ്പോൾ ഡാൻസും കൂത്തും വരെ ഉണ്ട്. ഇതാണ് വികർമ്മം എന്ന് പറയണം. ഒരിക്കലും ഇതൊന്നും വൈദിക ആചാരങ്ങൾക്ക് അനുസരിച്ചല്ല അവിടെ നടക്കുന്നത്, ഇപ്പോൾ നടക്കുന്ന കല്യാണങ്ങൾ.
ശരിക്കും നമ്മൾ ഒരു ബ്രാഹ്മണിക്കൽ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വൈഷ്ണവ ആചാരപ്രകാരമുള്ള ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. വൈഷ്ണവ രീതിയിൽ അല്ലെങ്കിൽ ബ്രാഹ്മണിക്ക് കൾച്ചർ അനുസരിച്ചുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ അവർ 3 നാളുകൾക്ക് മുമ്പേ കല്യാണത്തിനുള്ള വിവാഹ ചടങ്ങ് തുടങ്ങും. പെണ്ണിനായാലും ചെറുക്കനായാലും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യേണ്ടി വരും, ഭഗവാന്റെ നാമം ജപിക്കേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ റെഡിയാക്കും, ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് അവരെ സജ്ജരാക്കും, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അതിനുള്ള വൈദിക ആചാരക്രമങ്ങളെല്ലാം നമ്മുടെ വേദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ഭാര്യയും ഭർത്താവിനെയും കല്യാണ മണ്ഡപത്തിലേക്ക് വരുത്തുമ്പോൾ തന്നെ ഒരുപാട് ചടങ്ങുകൾ, ഹോമകുണ്ടങ്ങൾ ഉൾപ്പെടെ അവിടെ ഭഗവാനെയൊക്കെ പ്രീതിപ്പെടുത്തി യജ്ഞദ്രവ്യങ്ങളെല്ലാം അർപ്പിച്ച് പൂജാരിമാരെല്ലാം ഇരുന്ന് മന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ച് യഥാവിധി പ്രകാരം പെൺകുട്ടിയുടെ അമ്മയും അച്ഛനെയും ബഹുമാനിച്ച് അവർ രണ്ടുപേരുടെയും പാദങ്ങൾ കഴുകി പാലഭിഷേകം നടത്തി കുട്ടി പെർമിഷൻ എടുക്കുകയാണ് അച്ഛൻ്റെ അമ്മയോടും. ഞാൻ ഗൃഹസ്ഥാശ്രമിയാകാനായിട്ട് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ പൊക്കോട്ടെ എന്ന് പ്രാർത്ഥനയോടെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് പെർമിഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ ചെറുക്കൻ്റെ അച്ഛനെ അമ്മയും ചെറുക്കൻ തന്നെ നിർത്തിയിട്ട് അവർ പാദം കഴുകിച്ച് തുടച്ചിട്ട് പാലഭിഷേകം പാദങ്ങളിൽ നടത്തി ആ അച്ഛനമ്മയിൽ നിന്ന് ആശീർവാദം വാങ്ങുന്ന ചടങ്ങുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചടങ്ങുകൾ അവിടെ വൈദിക ആചാരപ്രകാരം ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് താലികെട്ട്. താലി കെട്ടുന്നത് മഞ്ഞ ചരടിലായിരിക്കും താലി കെട്ടുക. താലി കെട്ടുന്നതിനും അതിനു മുമ്പ് ഹാരം ഇടുന്നതിനും ഒക്കെ ചടങ്ങുകളുണ്ട്. അപ്പം അത്രയും പവിത്രമായിട്ടാണ് ആ ചടങ്ങ് നടത്തുന്നത്. ഈ ക്യാമറാമാന്മാർക്കും വീഡിയോ എടുക്കുന്നവർക്കും ഒക്കെ ഒരു 3-4 അടി അകലിൽ നിന്നിട്ട് ഇത് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അവർക്കൊന്നും ഈ മണ്ഡപത്തിൻ്റെ അടുത്തോട്ട് വരാനോ അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് വീഡിയോയിൽ പകർത്തിയെടുക്കാൻ വേണ്ടി അവർ തന്നെ അങ്ങ് നിലവിളക്കിനെ പോലും മാറ്റി വെച്ചിട്ടാണ് അവർ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇന്നത്തെ കാലത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു ബ്രാഹ്മണൻ്റെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. അപ്പോൾ നല്ലൊരു മുഹൂർത്തം കുറിച്ചിട്ടാണ് അവർക്ക് ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറയും. അതെല്ലാം കുറിച്ചു കൊടുത്ത് ആ സമയത്ത് മാത്രമാണ് ദമ്പതികൾ ഒരുമിച്ച് കിടക്ക പങ്കിടുന്നത്. അതുവരെ അവർ ഒരു വീട്ടിൽ കഴിഞ്ഞാലും 2 മുറിയിൽ താമസിപ്പിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണ് വൈദിക ആചാരപ്രകാരം ചെയ്യുന്നത്. അതിനെ ഗർഭോദക സംസ്കാരം എന്ന് പറയും. ഗർഭോദാന സംസ്കാരമുണ്ട്. വിവാഹം തന്നെ സംസ്കാരം എന്നാണ് പറയുക, വിവാഹ സംസ്കാരം. ആ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ചിട്ട് വേണം നമ്മൾ ഒരു കന്യകയായ പെൺകുട്ടിയെ ഒരു പുത്രന് അല്ലെങ്കിൽ ഒരു വരന് പിടിച്ച് കൈ ഏൽപ്പിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ അതൊക്കെയാണ് സകർമ്മം എന്ന് പറയുക. ഇന്നത്തെ മോഡേൺ യുഗത്തിൽ നടക്കുന്ന കല്യാണങ്ങളൊക്കെ വികർമ്മമാണ്. ഇപ്പം ആ വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ബ്രാഹ്മണന് മാത്രമല്ല, ആ ബ്രാഹ്മണിക്ക് രീതിയിൽ കല്യാണം 10-16ഓളം വൈദിക ശാസ്ത്രങ്ങൾ നമ്മൾ അനുസരിക്കണം. സംസ്കാരം എന്ന് പറയും. അപ്പോൾ ഈ വിവാഹദാനം എന്ന് വെച്ചാൽ കന്യാദാന സംസ്കാരം. അപ്പോൾ കന്യാകയെ വിവാഹം കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോ ചടങ്ങുകൾക്കും അതിൻ്റേതായ പവിത്രതയുണ്ട്. അത് കഴിഞ്ഞ് ഗർഭധാന സംസ്കാരമാവും. അത് കഴിഞ്ഞ് കുട്ടിക്ക് ഇങ്ങനെ 7-ാം മാസത്തിൽ ഗർഭവതി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 8-ാം മാസത്തിൽ ഗർഭവതി ആയിരിക്കുമ്പോൾ ആ ശിശുവിന് എല്ലാ ഓർമ്മയും കിട്ടും എന്നാണ് 3-ാം സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച ആയിട്ടുണ്ടാവും, അതിന് അവബോധം ഉണ്ടായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈശ്വരനോട് അപേക്ഷിക്കുന്നുണ്ടാവും. ഇത്രയും കാലവും ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ടു അനുഭവിച്ചു, ഇനിയും എനിക്കൊരു ജന്മം കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ ജന്മത്തിലെങ്കിലും എനിക്ക് ഭഗവാനെ ഓർമ്മിക്കാനും ഭഗവാനെ പ്രീതിപ്പെടുത്താനും ഭഗവാനോടെ സേവനത്തിൽ ഏർപ്പെടാനും എന്നെ അനുഗ്രഹിക്കണേന്ന് കരഞ്ഞ് അപേക്ഷിക്കും ആ ഗർഭസ്ഥ ശിശു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ ഗർഭിണിയായ സ്ത്രീയെ ഇരുത്തിയിട്ട് പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് ആ ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ആ കുട്ടി പുറത്തു വരുമ്പോൾ നാമകരണ ചടങ്ങുണ്ട്, നാമകരണ സംസ്കാരമുണ്ട്. ആ കുട്ടിക്ക് പേരിടുന്ന ചടങ്ങ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായിൽ തോന്നുന്ന പേരൊക്കെയാണ് ഓരോ കുട്ടിയൊക്കെ ഇടുന്നത്. പണ്ടത്തെ കാലത്ത് നാരായണൻ, ലക്ഷ്മി, രാധ, കേശവൻ അങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങളായിരിക്കും കുട്ടിയൊക്കെ ഇടുക. അപ്പോൾ അങ്ങനെ അതും ഈ ബ്രാഹ്മണന്മാരൊക്കെ വന്നിട്ടാണ് നാമകരണ ചടങ്ങ് നടത്തുക. അത് കഴിഞ്ഞ് ആ കുട്ടി വളർന്നു വരുമ്പോൾ അതിന് ആഹാരം കൊടുക്കുന്ന
അന്നദാന അന്നം പ്രാശ ചടങ്ങുണ്ട്, അന്നപ്രാശം, അങ്ങനെ സംസ്കാരമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയെ പൂണുനൂൽ ധരിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പൂണൂൽ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് യഥാവിധി പ്രകാരം വൈദിക ഗ്രന്ഥങ്ങൾ പഠിക്കാനായിട്ട് ഗുരുകുലത്തിൽ കൊണ്ടാക്കും. അത് കഴിഞ്ഞ് 25 വയസ്സുവരെ ബ്രഹ്മചര്യം പാലിക്കണം എന്നാണ് നിഷ്കർഷ. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും 25 വയസ്സുവരെ ബ്രഹ്മചര്യം പാലിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ഒരുമിച്ചായിരിക്കും. പക്ഷേ നമ്മുടെ വൈദിക ശാസ്ത്രത്തിൽ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വൈദിക ഗ്രന്ഥങ്ങൾ പഠിക്കണം എന്നാണ്. ആൺകുട്ടികൾ ഗുരുകുലത്തിൽ പോയി പഠിക്കണം, പെൺകുട്ടികളെ വീട്ടിലിരുത്തി അച്ഛനമ്മമാർ പഠിപ്പിക്കണം എന്നാണ്. അല്ലെങ്കിൽ അമ്മാവന്മാരോ കാരണവരോ ഉണ്ടെങ്കിൽ അവർ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ പഠിപ്പിക്കണം. വൈദിക ഗ്രന്ഥങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സംസ്കാരവും പെൺകുട്ടിയൊക്കെ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം പെൺകുട്ടികളാണ് ഒരു കുടുംബത്തിൻ്റെ നയിച്ചുകൊണ്ട് പോകുന്നത്. അമ്മ പറഞ്ഞാൽ മക്കൾ എല്ലാവരും അനുസരിക്കും. അപ്പോൾ പിന്നെ അമ്മയാണ് അറിവുള്ളവൾ ആകേണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് ഈ വൈദിക ഗ്രന്ഥങ്ങളുടെ ഉള്ള എല്ലാ അറിവും കിട്ടണത് കാരണവന്മാരിൽ നിന്നും നമ്മുടെ വീട്ടിനകത്തുള്ളവരിൽ നിന്നുമാണ്. അത് കഴിഞ്ഞിട്ട് 25 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടിയെ വിവാഹിതനാക്കും. അപ്പോൾ 20 വയസ്സുള്ള പെൺകുട്ടിയെയാണ് 25 വയസ്സുള്ള പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവൻ ഗൃഹസ്ഥാശ്രമി ആകുമ്പോൾ അവന് ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് ആ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചിട്ട് വാനപ്രസ്ഥവും പിന്നെ സന്യാസവും ഒക്കെ ശീലിക്കാൻ അവന് പഠിക്കും. അല്ലെങ്കിൽ അവൻ അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഗുരുകുലത്തിൽ നിന്ന് വരിക. അപ്പോൾ കൂടുതൽ അവൻ ഗൃഹത്തോട് അറ്റാച്ച്ഡ് ആവുകയോ അല്ലെങ്കിൽ ഭാര്യ മക്കൾ എന്ന് പറഞ്ഞിട്ട് അങ്ങറ്റത്തെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയല്ല ഒരു പുരുഷൻ ചെയ്യേണ്ടത്. സ്വന്തം ആത്മാവിന് വേണ്ടിയിട്ട് ആ പുരുഷൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഗുരുകുലത്തിൽ നിന്ന് നേടിയ അറിവിലൂടെ അയാൾ പ്രാക്ടീസ് ചെയ്തിരിക്കും. അപ്പോൾ എന്നാൽ ഭാര്യയും മക്കളെയും സംരക്ഷിക്കുകയും ചെയ്യും. ആ കുട്ടികളെ അനുയോജ്യമായ ഗുരുകുലത്തിൽ കൊണ്ട് വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സാകർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു ചാരിറ്റി ചെയ്യുന്നതോ കുറച്ച് പാവപ്പെട്ടവർക്ക് കുറച്ച് പൈസ കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുത്തതുകൊണ്ടോ ഇതൊന്നും അല്ല. ഹോസ്പിറ്റൽ പണിയാനാണ് പൈസ ചാരിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അടുത്ത ജന്മത്തിൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം കിട്ടും. അതായത് ശരീരത്തിന് അസുഖങ്ങളൊന്നും വരാത്ത വിധത്തിലുള്ള സൗഖ്യം കിട്ടും. അങ്ങനെ നമുക്ക് റിസൾട്ട് ഉടനെ കിട്ടും ഈ സൽക്കർമ്മങ്ങൾ ചെയ്താൽ. പക്ഷെ സൽക്കർമ്മം അല്ല ഇവിടെ പറയുന്ന സാകർമ്മം. സാകർമ്മം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു വേദിക് കൾച്ചർ അതനുസരിച്ച് ജീവിക്കുന്നതാണ് സാകർമ്മം എന്ന് പറയാം. നമ്മൾ കലിയുഗത്തിൽ വേദങ്ങളൊന്നും പഠിച്ച് അതേപോലെ സകർമ്മം ചെയ്യാൻ നമ്മൾക്ക് ഭാഗ്യമില്ല. ഒന്നാമതായിട്ട് ആയുസില്ല, രണ്ടാമതായിട്ട് നമുക്ക് ഈ അറിവില്ല. അപ്പോൾ ഇത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് നമുക്ക് പറഞ്ഞു തരാണ്, നിങ്ങൾ ഈ വേദവിധി പ്രകാരം ഒന്നും പോകണ്ട, സകർമ്മം ചെയ്യാനൊന്നും നിൽക്കണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അകർമ്മം ചെയ്യാൻ പരിശീലിക്കാമെന്ന്. അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ആചാരക്രമങ്ങളുണ്ട്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങൾ. ഈ 4 പുരുഷാർത്ഥങ്ങളിലാണ് ഈ 16 സംസ്കാരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ സമയമൊക്കെ പോവും, ആയുസ്സൊക്കെ പോവും. അതിനുള്ള സാഹചര്യം ഇല്ല ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക്. എന്നാൽ അകർമ്മം ചെയ്യാനാണെങ്കിൽ ധർമ്മം പാലിക്കുക, ഡയറക്റ്റ് വേ ടു മോക്ഷ. ധർമ്മവും മോക്ഷവും അത് മാത്രമേ ഉള്ളൂ അകർമ്മത്തിൽ. അപ്പോൾ ധർമ്മം പാലിച്ചു കഴിഞ്ഞാൽ മോക്ഷം നിശ്ചയമാണ്. അപ്പോൾ ധർമ്മം എന്താണ് ധർമ്മം എന്ന് അപ്പോൾ അവിടെ ചോദ്യം വരും. യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ വേദവിധി പ്രകാരം ജീവിക്കുന്നതിനെ ധർമ്മം എന്ന് പറയാം. പക്ഷെ ഭാഗവത ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ധർമാസ്തു സാക്ഷാൽ ഭഗവത് പ്രണീതം. അതായത് ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതിനെയാണ് യഥാർത്ഥ ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ധർമ്മം എന്ന വാക്ക് സംസ്കൃത വാക്കാണ്. അതിന് ഇംഗ്ലീഷ് മീനിങ്ങും ഇല്ല, മലയാളത്തിലുള്ള മീനിങ്ങും ഇല്ല. മലയാളംകാർ ധർമ്മം എന്ന് തന്നെ പറഞ്ഞ് ശീലിച്ചു. ഇംഗ്ലീഷിൽ അതിനെ റിലീജിയൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതല്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം. റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം എന്നേ അർത്ഥമുള്ളൂ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം അനുസരിച്ച് ഓരോരുത്തർ ജീവിക്കുന്നു എന്നാണ് ഓരോ റിലീജിയൻ്റെയും ബേസിക് തത്വം. പക്ഷേ ആ റിലീജിയൻ വേറെയാണ്, ഇവിടെ നമ്മൾ പറയുന്ന ധർമ്മം വേറെയാണ്. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഡ്യൂട്ടി. അതായത് വെള്ളത്തിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഒഴുകുക എന്നുള്ളതാണ് വെള്ളത്തിൻ്റെ ധർമ്മം.
അഗ്നിയുടെ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ ചൂട് പ്രസരിപ്പിക്കുക എന്നതാണ് അഗ്നിയുടെ ധർമ്മം. അതുപോലെ മനുഷ്യൻ്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ ധർമാസ്തു സാക്ഷാൽ ഭഗവത് പ്രണീതം, ഭഗവാനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ജീവാത്മാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. കാരണം ജീവാത്മാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണയാണ്. അത് ഭഗവാൻ ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മമേ വാംശ ജീവലോക ജീവഭൂത സനാതനാന്ന്. അപ്പോൾ ഭഗവാന്റെ തന്നെ അംശമായ ഈ ജീവജാലങ്ങളെല്ലാം ഭഗവാനെ, പൂർണ്ണനായ ഭഗവാനെ സേവ ചെയ്യുക. അതാണ് ധർമാസ്തു സാക്ഷാൽ ഭഗവത് പ്രണീതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അകർമ്മമാണ് നമ്മൾ ഭാഗവത ധർമ്മത്തിലൂടെ സ്ലോലി പഠിച്ചു വരുന്നത്. അതിനെപ്പറ്റിയാണ് പരീക്ഷിത് മഹാരാജാവിനും ഈ ശൗനകാദികൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അകർമ്മം പ്രവർത്തിക്കാനാണ് നമ്മൾ പിച്ച വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കും, പിന്നെ നമ്മൾ പതിയെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കുന്നതിനെ ജ്ഞാനം നേടുക എന്ന് പറയും, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതിനെ വിജ്ഞാനം എന്ന് പറയും. അങ്ങനെ വിജ്ഞാനം നേടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പകർന്നു നൽകാൻ പറ്റൂ. അതാണ് വികർമ്മം, സകർമ്മം, അകർമ്മം ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സൽക്കർമ്മം കൂടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധൂപയേവച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരിബോൽ, ഹരി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.